ഹരീഷ് നീതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും വരണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയണം. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീതുവിൻ്റെ ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ വന്നിട്ട് ഏട്ടനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിരികെത്തുന്ന പോലെ ദേഷ്യപ്പെടുത്തുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അടുത്ത കൊല്ലം തന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അത് കേട്ടപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നീതുവിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് അവൾ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് പറയാണ്, അതുകൊണ്ട് നീ അതിനെതിരെ പ്രതികരിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഹരീഷ് ചോദിക്കേണ്ടത് എന്തിനാ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കുന്നത്, വെറുതെ അവൻ്റെ നിന്ന് വാങ്ങിക്കെട്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് ദേഷ്യം വരുന്നത് കാണാൻ ഒരു രസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നെ പോലീസുകാർ ഇടപെട്ട ശേഷം ഒന്നും പറയുകയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹരീഷ് പേടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടി തറവാട്ടമ്പലത്തിലേക്ക് പോകാൻ റെഡിയാകുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ വന്ന് വണ്ടി പൂജിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് നാരങ്ങയൊക്കെ മേലെ കൂടെ കയറ്റിയിട്ട് വേണം പോകണമെങ്കിൽ വണ്ടിൻ്റെ അടിയിൽ വെക്കുന്നു, ടയറിൻ്റെ അടിയിൽ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിൻ്റെ അടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ യാത്ര ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിധി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾ അവിടെ പോയാൽ എവിടെ താമസിക്കുക, ഹോട്ടലിൽ എടുക്കുക, റൂം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മണി പറഞ്ഞ ഒരാളുണ്ട്, അപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞാൽ അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് അയാൾ വീട് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വീട്ടിൽ പോയാൽ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ള സെറ്റപ്പ് അയാൾ ചെയ്തു തരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിലെത്തിയ ശേഷം മണിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം, വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കൂട്ടിയിട്ട് പോയിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുമ്പോഴേക്കും സുനിത വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നു, സുഭാഷ് ഏട്ടാന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി വന്നതാണ് തറവാട്ടമ്പലത്ത് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ലളിത അകത്തുനിന്ന് വന്നിട്ട് ചോദിക്കും നിങ്ങളെന്താ ഇവിടെ, നിങ്ങളുടെ അടുത്ത് ആരാ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നു. സുധീഷ് പറയുന്നുണ്ട് തറവാട്ടമ്പലം ശ്രീധരനായിട്ട് കിട്ടിയതൊന്നല്ലല്ലോ അമ്മാവന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വലിയച്ഛനാണ് ഞങ്ങൾക്ക് തറവാട്ടമ്പലം പറഞ്ഞു തന്നത്, ഞങ്ങൾക്ക് തൊഴണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ സുനിധിയുടെ ഹസ്ബൻഡ് വന്നിട്ട് അകത്തേക്ക് കയറി എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ലളിത ഗംഗാധരനെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഏട്ടൻ എന്തിനാ തറവാട്ടമ്പലം എവിടെയെന്ന് പറയാൻ പോയത്, അവരെല്ലാവരും കൂടെ ഈ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാമി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തറവാട്ടമ്പലം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും, നിങ്ങൾ തമ്മിലല്ലേ പ്രശ്നമുള്ളൂ, ദൈവങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, അവർ തൊഴുതിട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. സുഭാഷും അവിനാഷിൻ്റെ അനിയത്തിയും കൂടെ വെളിയിലിരുന്നിട്ട് ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് ഹരീഷ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വർത്താനം ചിരിയൊക്കെ കണ്ടിട്ട് അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.